to change the world. With immense joy and pride, warmly welcome each one of you to this webinar organized by Career Guidance and Placement Cell and the MO Department of Martha Training College on the topic Higher Education Possibilities Beyond BEd, a platform that crafted especially for aspiring educators and trainees to broaden their horizon and envision a future full of opportunities. Let us begin this evening with a moment of divine grace. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. Thank you, sir. A warm smile is the universal language of kindness. And today, it is my great pleasure to extend a heartfelt welcome to all our dignitaries and the resource person and all the participants present here. I now invite our beloved Principal Professor Dr. Jojo John to deliver the motivational welcome address and formally inaugurate the session. Welcome you, sir. റോഷ്ന, എന്റെ ഓഡിയോയും വീഡിയോയും പെർഫെക്റ്റ് ആണോ റോഷ്ന? Audible, sir. Perfect. ഏറ്റവും പ്രിയപ്പെട്ട രഘു സാർ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മനോഹരമായ ഒരു സായാഹ്നത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളം അറിയാത്ത ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? Is there anyone who doesn't know Malayalam? Yeah, great. മാധവിക്കുട്ടി പറഞ്ഞു,
ഞാൻ 2 ഭാഷയിൽ എഴുതും, 3 ഭാഷ സംസാരിക്കും. ഒരു ഭാഷയിൽ സ്വപ്നം കാണും. സ്വപ്നം കാണുന്ന ഭാഷ മലയാള ഭാഷയാണ്. എനിക്കും ഏറ്റവും സുഖം മലയാളത്തിൽ സംസാരിക്കുന്നതിന് തന്നെയാണ്. ഏറ്റവും പ്രിയപ്പെട്ട രഘു സാർ, രാകേഷ് സാർ, റോഷ്ന ടീച്ചർ, മാർക്കറ്റ് ട്രെയിനിങ് കോളേജിലെ മറ്റ് അധ്യാപകരെ, നമ്മുടെ ഇന്നത്തെ വെബിനാറിലേക്ക് ആൻസി ടീച്ചർ, ഇന്നത്തെ വെബിനാറിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ആദ്യമേ തന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ പോസ്റ്ററും അതിന്റെ ലിങ്കും നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്ക്, കോളേജ് ഗ്രൂപ്പുകളിലേക്ക്, ടീച്ചേഴ്സ് ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറെ പേർ കൂടെ വന്ന് വിദ്യാഭ്യാസത്തിലെ സാധ്യതകളെ പറ്റി, പഠന ഗവേഷണ തൊഴിൽ സാധ്യതകളെ പറ്റിയൊക്കെ മനസ്സിലാക്കുവാനും അവരുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാനും സാധിക്കും. മാർക്കറ്റ് ട്രെയിനിങ് കോളേജ് ഒരുക്കുന്ന ഒരു സീരീസ് ഓഫ് പ്രോഗ്രാംസ് ആണ് ഈ ദിവസങ്ങളിൽ. നാളെ ചെന്നൈയിൽ നിന്നുള്ള ഫിസിഷ്യൻ ആൻഡ് ലൈഫ് സ്കിൽ ട്രെയിനർ ഡോക്ടർ വിദ്യ ഹരി അയ്യറിന്റെ മെന്റൽ ഹെൽത്തിന്റെ ടോക്കുമുണ്ട്. ഈ പ്രോഗ്രാമിന്റെ അവസാനം മാർക്കറ്റ് ട്രെയിനിങ് കോളേജിന്റെ ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ പരിപാടികളെ പറ്റി ഒരു വിവരണം കൃത്യമായ സമയത്ത് എത്തിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. ആദ്യമേ തന്നെ ഈ വെബിനാറിലേക്ക് വന്ന നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. എനിക്ക് ലഭിച്ചിരിക്കുന്ന കർത്തവ്യം വളരെ ഹ്രസ്വമായ സുന്ദരമായ ഒരു മോട്ടിവേഷണൽ ചിന്ത നൽകുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന മോട്ടിവേഷൻ ആണ്. എക്സ്ട്രിൻസിക് ആയിട്ടുള്ള മോട്ടിവേഷൻ പുറത്തു നിന്ന് വരുന്ന മോട്ടിവേഷൻ ആണ്. എങ്കിലും പുറത്തു നിന്ന് വരുന്ന മോട്ടിവേഷനും ഒരാളെ പ്രചോദിപ്പിക്കാനും മുന്നോട്ട് നയിക്കാനും സാധിക്കും. ഞാൻ അതുകൊണ്ട് ഇന്ന് മനോഹരമായ ഈ സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യാനായി ആഗ്രഹിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ അമേരിക്കയിലേക്ക് വിമാനം കയറി. ജീവിതത്തിന്റെ ഒത്തിരി പരുക്കൻ യാഥാർത്ഥ്യങ്ങളെയൊക്കെ ഫേസ് ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആണ് ഒരിക്കൽ അമേരിക്കയിലേക്ക് വിമാനം കയറിയത്. അമേരിക്കയിൽ ലാൻഡ് ചെയ്തു. വളരെ മെലിഞ്ഞ് വളരെ അനാരോഗ്യമുള്ള ഒരു ശരീരം. ഇളം പ്രായത്തിലാണ് അമേരിക്കയിലേക്ക് കാലുകുത്തുന്നത്. അദ്ദേഹം അമേരിക്കയിൽ വന്ന് കിട്ടുന്ന പണികളെല്ലാം ചെയ്തു. കുറച്ച് പൈസ സമ്പാദിക്കാനായിട്ട് പരിശ്രമിച്ചു. അപ്പൊ കുറച്ച് പൈസ ആയപ്പോൾ അതുമായി ഒരു ജിമ്മിലേക്ക് ചെന്ന് ജിമ്മിൽ ജോയിൻ ചെയ്തു. വളരെ മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, അനാരോഗ്യം, ആകെ പരിക്ഷീണനായ ഒരവസ്ഥ. അപ്പൊ ജിമ്മിലെ ട്രെയിനർ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്താ ഉദ്ദേശം? പുള്ളി പറഞ്ഞു, മിസ്റ്റർ യൂണിവേഴ്സ് ആകണം. ഇത് കേട്ട് ജിമ്മിലെ ട്രെയിനർ പൊട്ടിച്ചിരിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്താ പേര്? അദ്ദേഹം പറഞ്ഞു, അർണോൾഡ് ഷോസ്നഗർ. ആ പേര് ഒട്ടും സുഖമില്ലാത്ത ഒരു പേരാണല്ലോ എന്ന് ജിമ്മിലെ ട്രെയിനർ പറഞ്ഞു. ഈ മെലിഞ്ഞ ചെറുപ്പക്കാരനെ ജിമ്മിലെ ട്രെയിനർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോ ഒന്നുമില്ല. എങ്കിലും ഈ പയ്യൻസ് അവിടെ ട്രെയിനിങ് ആരംഭിക്കുകയാണ്. സാധാരണ നിലയിൽ ജിമ്മിൽ ട്രെയിനിങ്ങിന് ഒരാൾക്ക് അനുവദിച്ചിരിക്കുന്ന 1 മണിക്കൂർ സമയമുണ്ട്. പക്ഷെ ആരും ജിമ്മിൽ ട്രെയിനിങ്ങിന് വരാത്ത സമയങ്ങളിൽ, ഉച്ച സമയങ്ങള്, ഓടായിട്ടുള്ള ടൈമിൽ വേണമെങ്കിൽ ജിമ്മിൽ വന്ന് കൂടുതൽ ട്രെയിനിങ് എടുക്കാം. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പല പല സ്ഥലങ്ങളിൽ പോയി ജോലികളൊക്കെ ചെയ്ത് കൊച്ചു കൊച്ചു പണികളൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. എപ്പോഴെല്ലാം ജിം ഫ്രീ ആണോ അപ്പോഴെല്ലാം പോയി ജിമ്മിൽ ട്രെയിനിങ് എടുക്കുകയാണ്. പരിശീലനം സർവശക്തിയോടുകൂടെ അദ്ദേഹം നടത്തുകയാണ്. ഒരു ബേണിംഗ് ഡിസയർ, ഉള്ളിൽ നിന്നുള്ള ഒരു അഗ്നി പോലെയാണ് എനിക്ക് മിസ്റ്റർ യൂണിവേഴ്സ് ആകണമെന്നുള്ള ആ വലിയ ഒരാഗ്രഹം, തീരുമാനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? അദ്ദേഹം ജാഗ്രതയോടുകൂടെ പരിശീലനം നടത്തി മസിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്ത്, പേഴ്സണാലിറ്റി എല്ലാം ഡെവലപ്പ് ചെയ്ത് അവസാനം ഇന്റർനാഷണൽ വേൾഡ് മെൻസ് ചാമ്പ്യൻഷിപ്പിന് മത്സരിക്കാൻ വേണ്ടി പോയി എന്ന് മാത്രമല്ല 1ാം സമ്മാനം നേടി.
അടുത്ത വർഷവും പോയി, അടുത്ത വർഷവും 1ാം സമ്മാനം. 7 വർഷം ഇന്റർനാഷണൽ ആയിട്ടുള്ള ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ കോൺസിക്യൂട്ടീവ് ആയിട്ട് വിന്നറായിട്ട് ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ട് മാറി. അങ്ങനെ ആ മേഖലയിൽ ശക്തിയും കഴിവും പ്രാവീണ്യവും ഒക്കെ തെളിയിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ആഗ്രഹം, അഭിനയിക്കണം. വളരെ പ്രശസ്തനായ ഒരു സംവിധായകന്റെ അടുത്ത് ചെന്ന് എനിക്കൊരു കുഞ്ഞു റോള് തരുമോ എന്ന് ചോദിച്ചു. സംവിധായകൻ ഈ ചെറുപ്പക്കാരനെ തല മുതൽ കാൽ വരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, തന്റെ മുഖം യു ആർ ലുക്കിംഗ് ലൈക്ക് എ മോൺസ്റ്റർ. താൻ ഒരു വികൃത ജീവിയെ പോലെയാണ് മാഷെ ഇരിക്കുന്നത്. തന്റെ മുഖം കാണാൻ ഒരു സുഖവും ഇല്ല. പേരെന്താണെന്ന് ചോദിച്ചു. അർണോൾഡ് ഷ്വാസ്നഗർ. അദ്ദേഹം പറഞ്ഞു, അർണോൾഡ് ഷൂ 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 ഷൂ. എന്തൊരു വിചിത്രമായ പേര്. ഈ പേര് വെച്ച് തനിക്കൊരു നടനേ ആകാൻ പറ്റില്ല. വർത്തമാനം പറഞ്ഞപ്പോഴത്തേക്ക് ചെറുപ്പക്കാരന്റെ ഇംഗ്ലീഷ് കേട്ടു. സംവിധായകൻ പറഞ്ഞു, നിങ്ങളുടെ ഇംഗ്ലീഷ് പരമ ബോറ്. ഈ വിചിത്രമായ ഈ ഇംഗ്ലീഷ് വെച്ച് തനിക്ക് ഒരിക്കലും നടനാകാൻ പറ്റില്ല കേട്ടോ. അദ്ദേഹം തിരിച്ചുപോയി നേരെ ഒരു ലാംഗ്വേജ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്തു. അവിടെ നിന്ന് ഭാഷ പഠിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയാണ്. ചെറിയ പരിശ്രമമല്ല കേട്ടോ. ഉറക്കം കെടുത്തുന്ന ഒരു സ്വപ്നം ഉണ്ടാകണമെന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെയുള്ള അതിശക്തമായ പരിശ്രമം. ഭാഷ ഇംപ്രൂവ് ചെയ്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു സിനിമയിൽ ഒരു കുഞ്ഞു റോള് കിട്ടി. അത് വിജയമായി. അടുത്ത സിനിമയിൽ അദ്ദേഹത്തിന് നായക കഥാപാത്രമായിട്ട് കിട്ടുകയാണ്. കമാൻഡോ എന്ന് പറയുന്ന ഒരു വലിയൊരു സിനിമയിൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ പിന്നീട് അവസരം കിട്ടുന്നു. അതിൽ ഇന്റർനാഷണൽ ഹിറ്റ് ആയിട്ട് മാറി. ടെർമിനേറ്റർ 1, 2, 3 എല്ലാം ഹിറ്റ്. ട്രൂ ലൈസ് എന്ന സിനിമ ചരിത്രം ഭേദിച്ച കളക്ഷനാണ് നേടിയത്. ഈ നമ്മുടെ ഈ ടെർമിനേറ്ററിന്റെ സംവിധായകനായ ജെയിംസ് കാമറൂൺ ഒരിക്കൽ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നമ്മുടെ ഈ സിനിമ വിജയിച്ചതിന്റെ കാരണം എന്തറിയാമോ അർണോൾഡ്? തന്റെ ശബ്ദം. കാരണം തന്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ വർത്തമാനം പറയുന്നത് പോലെയാണ് തോന്നുന്നത്. കമാൻഡോ എന്ന സിനിമയുടെ സംവിധായകൻ അർണോൾഡ് ഷ്വാസ്നഗറിനെ വലിയ സന്തോഷത്തോടു കൂടെ പറഞ്ഞു, അർണോൾഡ്, നിങ്ങളുടെ ഈ ശരീരവും ഈ മുഖഭാവവും ഒക്കെ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ കമാൻഡോ ഇന്റർനാഷണൽ ഹിറ്റ് ആയിട്ട് മാറാനുള്ള കാരണം. ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, അർണോൾഡ് ഷ്വാസ്നഗർ എന്ന് പറയുന്ന പേര് കാണാതെ പഠിക്കാനും സ്പെല്ല് ചെയ്യാനും ഒക്കെ പാടാണ്. പക്ഷെ ലോകം മുഴുവൻ അർണോൾഡ് ഷ്വാസ്നഗർ എന്നുള്ള പേര് പഠിച്ചു. ലോകം മുഴുവൻ ഈ പ്രതിഭാശാലിയായ നടനെ നെഞ്ചിലേക്ക് സ്വീകരിച്ചു. അമേരിക്കയിലെ ഒരു വലിയ പട്ടണത്തിന്റെ മേയറായിട്ടൊക്കെ മാറി. വലിയൊരു സോഷ്യൽ റിഫോമർ ആയിട്ട് മാറി. മനോഹരമായ ഈ സായാഹ്നത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയാമോ? The biggest investment is investing inside. നിങ്ങളുടെ ഉള്ളിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തണം. നമ്മുടെ കയ്യിൽ റെഡി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽ എന്താണ്? നമ്മൾ തന്നെ. ഈ റോ മെറ്റീരിയൽ വെച്ച് എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുത്താൽ അതിൽ നിന്ന് ഒരു മാസ്റ്റർ പീസ് പുറത്തെടുക്കാൻ നമുക്ക് സാധിക്കും. ചെയ്യാൻ ഒത്തിരി വർക്കുകൾ ചെയ്തു തീർക്കാനുള്ള സമയമോ വളരെ കുറവ് എന്നുള്ള വലിയ തിരിച്ചറിവോടുകൂടെ നമുക്ക് വലിയ ഒരു യാത്ര ആരംഭിക്കാം. ചെറിയ ചാല് പോലെ തുടങ്ങി തോട് പോലെ വളർന്ന് നദിയായി കടലായി മാറുന്ന ഒരു സെൽഫ് ഡെവലപ്മെന്റിന്റെ ഒരു സുന്ദരമായ അതിമനോഹരമായ ഒരു യാത്ര. ഒരു പെട്രോൾ പമ്പിലെ ക്ലർക്കായിട്ട് ജോലി ചെയ്തിരുന്ന ആ കൊച്ചു ധീരുഭായി ഉണ്ടല്ലോ, പാവപ്പെട്ട ക്ലർക്കായ വെറും സാധാരണക്കാരനായ പട്ടിണിക്കാരനായ ധീരുഭായി ആരംഭിച്ചതുപോലെ ഒരു യാത്ര. അതൊരു വലിയ യാത്രയായി. അദ്ദേഹം ധീരുഭായ് അംബാനിയായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായി മാറി. പിന്നീട് റിലയൻസ് ഒരു ലോകത്തിലെ ഏറ്റവും വലിയൊരു കമ്പനിയായി മാറിയത് ഒരു ചരിത്രം മാത്രം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇങ്ങനെ ഒരു എക്സലൻസിലേക്ക് വളരാൻ നമുക്ക് ഒരു ദൂരദർശനവും വേണം, ഒരു സൂക്ഷ്മ ദർശനവും വേണം, ഒരു ദൂരക്കാഴ്ച വേണം. 7, 8, 9 വർഷം ദൃഢനിശ്ചയത്തോടുകൂടെ കഠിനാധ്വാനം ചെയ്താൽ IAS, IPS തുടങ്ങി
എന്തും നമുക്ക് കയ്യെത്തിപ്പിടിക്കാനാവും, യാതൊരു സംശയവുമില്ല. ഒരു ദീർഘദൂര ദർശനം വേണം, ഒരു ലോങ് ടേം പ്ലാൻ വേണം, അതോടൊപ്പം ഒരു സൂക്ഷ്മമായ ദർശനവും വേണം. ഓരോ ദിവസവും കിട്ടുന്ന ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ക്രിയാത്മകമായി ജീവിക്കാനുള്ള ഒരു ആർജവം, ഒരു എനർജി, ഒരു ശക്തി അത് നമുക്ക് വേണമെന്ന് മാത്രമല്ല, ചുറ്റുപാടും നിരീക്ഷിച്ചുകൊണ്ട് ഓരോ കാലവും മുന്നോട്ട് വയ്ക്കുന്ന അവസരങ്ങളെ കാണാനും അത് ചാടിപ്പിടിക്കാനുമുള്ള ശക്തി, ആത്മവിശ്വാസം അതുണ്ടാകട്ടെ നിങ്ങൾക്കെല്ലാം എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ കൊച്ചു മോട്ടിവേഷണൽ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വി ആർ ഗ്രേറ്റ് ആൻഡ് വി ആർ എ മാസ്റ്റർ പീസ് ഇൻ ദ മേക്കിംഗ്. യു ആർ എ മാസ്റ്റർ പീസ് ഇൻ ദ മേക്കിംഗ്. അത് മേക്ക് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഡെസ്റ്റിനി മേക്ക് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നല്ലത് സംഭവിക്കട്ടെ. പ്രാർത്ഥനകൾ, ആശംസകൾ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു. Thank you, sir, for those inspiring words and for setting the perfect tone for the today's session. Now, come the most awaited part of this event. It is an honor to welcome a distinguished academic and visionary leader, Professor Dr. V. Regu, Professor and former Controller of Examination, University of Kerala, and the Minister of Youth Affairs and Sports, Government of India. Sir, your deep insights into the academic and policy are sure to illuminate our thoughts and aspirations. I now respectfully invite Professor Dr. V. Regu to deliver the keynote address. Welcome you, sir. Okay, good evening. Am I audible to you? Yes, sir. Okay, thank you. Well, friends, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, എൻ്റെ സഹപ്രവർത്തകരെ, ഗവേഷകരെ, വിദ്യാർത്ഥികളെ, today we would like to focus on possibilities in higher education. Education background ഉള്ളവർക്ക് എന്ത് സാധ്യതയാണുള്ളത്? That is what we are going to focus. I would like to show certain visuals now. Yes. Is it visible? കാണുന്നുണ്ടോ? Yes, sir. Yes, sir. Yeah. Possibilities and job opportunities in higher education. എന്താണ് സാധ്യത? Especially after B.Ed. B.Edന് ശേഷം എന്ത് സംഭവിക്കും? എന്താണ്? Is it visible now? Yes, sir. Yes. See, in teacher education, when we talk about teacher education, we have variety of programs in our country. DLED, diploma, B.Ed, M.Ed, PhD, postdoctoral. These are some of the specialized, courses. But teacher education വന്നവരാണ് ഇവിടെ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. In the new education policy, നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയം, that is in practice now, 2020 ലോഞ്ച് ചെയ്തു. Now the first slot evaluation is going to take place. 2025 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ആദ്യത്തെ ഇവാലുവേഷൻ നടക്കാൻ പോവുകയാണ്. അടുത്തത് വരുന്നത് 2030 പിന്നെ 2035, 2040 ആകുമ്പോൾ 20 years we are completing. അപ്പോൾ പുതിയ പോളിസിക്ക് രൂപവും ഭാവവും ഉണ്ടാവും. അപ്പോൾ ഈ പുതിയ പോളിസിയിൽ നമ്മളെ സ്വാധീനിച്ച ഒരു ഘടകമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. There are 17 goals. അതിൽ 4th ഗോളാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. Now Government of India is focusing on that. നമ്മുടെ വിദ്യാഭ്യാസം എങ്ങനെ ഗുണമേന്മയുള്ളതാക്കി മാറ്റാം. And teachers play a key role. They are the social engineers. ടീച്ചേഴ്സിന്റെ റോൾ വളരെ വലുതാണ്. അപ്പോൾ വിത്ത് B.Ed കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? What you can do? Definitely it is visible on the screen. First is teaching post. കേരളത്തിലെ സ്കൂളുകൾ, കോളേജുകൾ, പിന്നെ കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്തുള്ള പല സംവിധാനങ്ങൾ ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ ജോലി കിട്ടി പോകുന്നുണ്ട്. എബ്രോഡ്, വിദേശത്തും പോകുന്നുണ്ട്. സെക്കൻഡ് ഈസ് ടീച്ചിങ്, ട്രെയിനിങ് ഇൻ അതർ ഏജൻസീസ്,
പ്രൈവറ്റ് ട്യൂഷനിങ്ങിനുള്ള രണ്ടാമത്തെ ഒരു മേഖല. ടീച്ചിങ് ആണ്. ട്രെയിനിങ് വിത്ത് അതർ ഏജൻസീസ്. ഒരുപാട് ഏജൻസികൾ ടീച്ചിങ് മേഖലയിൽ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. പഴയ കാലമല്ല, ദർ ആർ ലോട്ട് ഓഫ് ചേഞ്ചസ്. അത് കഴിഞ്ഞാൽ ജനറൽ ജോബ് മാർക്കറ്റ് വിത്ത് ഡിഗ്രി ആൻഡ് PG. ഒരു ഡിഗ്രി കഴിഞ്ഞാൽ ഏതിനൊക്കെ ജോലി കൊടുക്കാമോ, ജോലിക്ക് അപേക്ഷ കൊടുക്കാം, അതിനൊക്കെ അപേക്ഷ കൊടുക്കാം. ദാറ്റ്സ് അനദർ ഏരിയ. ദെൻ കംസ് ഹയർ എഡ്യൂക്കേഷൻ. ഇഫ് യു ഗോ ഫോർ ഹയർ എഡ്യൂക്കേഷൻ, യുവർ ചാൻസസ് ആർ ബെറ്റർ. ഹയർ എഡ്യൂക്കേഷനിൽ പോകുമ്പോൾ നിങ്ങളുടെ സാധ്യതകൾ കൂടുന്നു. മറ്റ് സാമ്പത്തിക നേട്ടങ്ങൾ, പൊസിഷൻ, എല്ലാത്തിലും വലിയ മാറ്റം വരും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ കാര്യത്തിലേക്ക് വരുന്നത്. ഇഫ് യു ടേക്ക് ഹയർ പോസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ വിത്ത് MEd, MEdോട് കൂടി BEd കഴിഞ്ഞിട്ട് നിങ്ങൾ MEdന് പോവാം, ജോലിക്ക് പോവാം, പല സാധ്യതകളുണ്ട്. വി ആർ ഫോക്കസിങ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ. ഇപ്പോൾ എഡ്യൂക്കേഷനിൽ ഹയർ എഡ്യൂക്കേഷൻ പ്രധാനമായിട്ട് മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ, അതാണ് പ്രധാനം. ഇപ്പോൾ 2024 കണക്കനുസരിച്ച് ദർ ആർ 100, നോട്ട് ലെസ് ദാൻ 1200 യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട്. 2030 ആകുമ്പോൾ 1500 പുതിയ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകണമെന്ന് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്ലാനിങ്ങിലെ ആഗ്രഹത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ജില്ലയിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഇസ് എ ന്യൂ ടെർമിനോളജി, HEI, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഇസ് എ ഡിഗ്രി അവാർഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകണമെന്നാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് 700-ലധികം ജില്ലകളുണ്ട്. എല്ലാ ജില്ലയിലും യൂണിവേഴ്സിറ്റികളില്ല. അപ്പോൾ അടുത്ത 2030 ആകുന്നതോടുകൂടി എല്ലാ ജില്ലകളിലും യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റസ് ഉള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവും, ഡിഗ്രി അവാർഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ന്യൂ റിസർച്ച് ഓർഗനൈസേഷൻസ് ആർ കമ്മിങ് ആസ് എ പാർട്ട് ഓഫ് ദി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. പുതിയ പുതിയ ഗവേഷണ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ വരികയാണ്. പുതിയ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങൾ വരുന്നു, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നു. ഇവിടെയൊക്കെ തൊഴിൽ സാധ്യതയുള്ള സ്ഥാപനങ്ങളാണ്. ഇനി ഹയർ പോസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ വിത്ത് MEdോട് കൂടി വരുമ്പോൾ എന്തൊക്കെയാണ് പുതിയ സാധ്യതകൾ? ഇന്നവേറ്റീവ് ന്യൂ സ്കൂൾസ് ആൻഡ് കോളേജസ്. പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വളരെ ഇന്നവേറ്റീവ് സ്കൂൾസൊക്കെ തിരുവനന്തപുരത്തുണ്ട്, ഇന്ത്യയിലെ കേരളത്തിലെ പല ജില്ലകളിലും വന്നു കഴിഞ്ഞു, ഇന്ത്യയിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ദേ നീഡ് പീപ്പിൾ വിത്ത് ബെറ്റർ ക്വാളിഫിക്കേഷൻ. BEd എന്ന് പറയുന്നത് മിനിമം റിക്വയർമെന്റ് ആണ്. ദേ നീഡ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ദേ ആർ ഗിവൺ വെരി അട്രാക്റ്റീവ് സാലറി. ആ ഒരു സിസ്റ്റം ഇന്ത്യയിൽ ഒരു ഇന്നോവേറ്റീവ് അപ്രോച്ച് വന്നു കഴിഞ്ഞു. ദെൻ സ്റ്റേറ്റ് ലെവൽ എക്സ്പാൻഷൻ. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പുതിയ വിദ്യാഭ്യാസ വികസന പരിപാടികൾ വരികയാണ്. രാഷ്ട്രീയം എന്തായാലും ഇത് വന്നേ പറ്റൂ, ബിക്കോസ് ഇറ്റ് ഈസ് എ ക്വസ്റ്റൻ. നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യമാകുന്ന മേഖല വ്യവസായമല്ല, വിദ്യാഭ്യാസമാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കൂടുതൽ, വ്യവസായങ്ങൾ വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ജോലിയെടുക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. സാധ്യത അവിടെയുണ്ട്. ദെൻ സെൻട്രൽ ലെവൽ എക്സ്പാൻഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് ലോഞ്ചിങ് new programs, innovative programs, new colleges, new schools, new training institutes, new research organizations. ഇങ്ങനെ വലിയൊരു വികസനം ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ സ്കോപ്പ് അബ്രോഡ്. ഇവിടുന്ന് പഠിച്ചിട്ട് വിദേശത്ത് ജോലിക്ക് പോകുന്നവരുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കും. ദാറ്റ്സ് എ കറന്റ് സിനാരിയോ. അപ്പോൾ അതിലൊരു സാധ്യത നമുക്കുണ്ട്. ദെൻ കരിയർ പാത്ത് ഫോർ എഡ്യൂക്കേറ്റേഴ്സ് വിത്ത് എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ കരിയറിൽ സാധ്യതകൾ? ഒന്ന്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ. വെൻ യു ഡു യുവർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ യു സ്പെഷ്യലൈസ് ഇൻ സർട്ടൺ ഏരിയസ്. അതിലൊന്നാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അതിന് സാധ്യത കൂടുതലാണ്. ദെൻ സ്കൂൾ കരിയർ കൗൺസിലർ. സ്കൂളിൽ കൗൺസിലർ ആവശ്യമുണ്ട്. പുതിയ പോളിസി അനുസരിച്ച് എല്ലാ സ്കൂളിലും ഒരു കൗൺസിലർ ഉണ്ടാകണമെന്നാണ്. വെൻ യു ഡു MEd യു ക്യാൻ സ്പെഷ്യലൈസ് ഇൻ കൗൺസിലിംഗ്. അതുപോലെ ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ. ഈ WHO പുതിയ പ്രോഗ്രാമാണ്. നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ദേ ആർ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ലൈഫ് സ്കിൽസിൽ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യത MEdലുണ്ട്. കൗൺസിലിങ്ങിന് സാധ്യതയുണ്ട്, പല സാധ്യതകളുണ്ട്. എഡ്യൂക്കേഷണൽ കോർഡിനേറ്റർ. വലിയ സ്കൂളുകളും വലിയ സ്ഥാപനങ്ങളും ദേ നീഡ് എ എഡ്യൂക്കേഷണൽ കോർഡിനേറ്റർ ടു കോർഡിനേറ്റ് ദി ഹോൾ ഷോ. അപ്പോൾ കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് പല സ്കൂളുകളിൽ എമർജ് ചെയ്യുന്നു, കോളേജുകളിൽ വരുന്നു. അപ്പോൾ ദേ നീഡ് എ സ്പെഷ്യലൈസ്ഡ് മാൻ ഓർ എ പേഴ്സൺ, പ്രിൻസിപ്പൽ ഓർ അഡ്മിനിസ്ട്രേറ്റർ. അതിനും ഹയർ എഡ്യൂക്കേഷൻ വരുന്നവർക്ക് സാധ്യത കൂടുതലാണ്. ദെൻ കംസ് കോർപ്പറേറ്റ് ട്രെയിനർ. ഇപ്പോൾ നമുക്കറിയാം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന കൺസെപ്റ്റ് കേട്ടിരിക്കും, CSR. എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും സമൂഹവുമായി ബന്ധപ്പെട്ട പല പ്രോഗ്രാംസ് ചെയ്യണമെന്നുണ്ട്. അവരുടെ വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം they have to invest in the area of social responsibility. അപ്പോൾ അതിന് കോർപ്പറേറ്റ് ട്രെയിനർ, they prefer better qualified people, especially education. അവർക്ക് സ്കൂളുണ്ട്, കോളേജുണ്ട്, പല പ്രോഗ്രാംസ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. they are supporting
the higher education system. Then educational consultant. It is an emerging concept. ഹയർ എഡ്യൂക്കേഷനിലേക്ക് ഒരു കൺസൾട്ടന്റിന് ആവശ്യമുണ്ട്, എന്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റും, എന്ത് പുതിയ കോഴ്സുകൾ കൊണ്ടുവരാൻ പറ്റും. നൗ ദി ഹോൾ കൺട്രി ഈസ് ഡൂയിങ് ലോട്ട് ഓഫ് ഇന്നോവേഷൻസ്. രാജ്യം മുഴുവനും, കേരളം മാത്രമല്ല, ത്രൂ ഔട്ട് ദി കൺട്രി ലോട്ട് ഓഫ് ചേഞ്ചസ് ആർ ടേക്കിംഗ് പ്ലേസ്. അപ്പൊ അത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എ ക്വാളിഫൈഡ് പേഴ്സൺ ഈസ് നീഡഡ്, എ കൺസൾട്ടന്റ് ഈസ് നീഡഡ്. അപ്പൊ ഇതിലൂടെ യു ആർ സ്പെഷ്യലൈസിങ്, യു ക്യാൻ ഗെറ്റ് എ ചാൻസ്. ദെൻ കരിക്കുലം ഡെവലപ്പർ. ഇപ്പോൾ ഓട്ടോണമസ് കോളേജ്, ഓട്ടോണമസ് കൺസെപ്റ്റ് വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് ആസ് എ പാർട്ട് ഓഫ് ദി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അപ്പൊ കരിക്കുലം ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. ദെൻ ഇൻസ്ട്രക്ഷൻ സ്പെഷ്യലിസ്റ്റ്. ടീച്ചിങ് ലേണിംഗിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ്, അതിനൊരു സ്പെഷ്യലൈസേഷൻ ആവശ്യമുണ്ട്. ആൻഡ് യു നീഡ് എ ക്വാളിഫൈഡ് പേഴ്സൺ. ദെൻ കണ്ടന്റ് ഡെവലപ്പർ, ഐറ്റം റൈറ്റർ, കൺസൾട്ടൻസി. ഇങ്ങനെ വെറൈറ്റി ഓഫ് ഇന്നോവേഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ്. പഴയ ജോലി ടീച്ചിങ് എന്ന് പറയുന്നതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വേറെ ഒരുപാട് മേഖലകളിലേക്ക് കടക്കുവാനുള്ള, ബെറ്റർ സാലറി നേടുവാനുള്ള വലിയ വലിയ അവസരങ്ങൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നൗ വിത്ത് എംഎറ്റ്. അടുത്തത് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ. നമുക്കിപ്പോൾ ഇന്ത്യയിൽ തന്നെ പുതിയ വിദ്യാഭ്യാസത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നു. ഇപ്പോൾ 4 year ഇന്റഗ്രേറ്റ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം വരുന്നു. ഇന്റഗ്രേറ്റ് ടീച്ചർ +2 കഴിഞ്ഞാൽ ഒരു നാഷണൽ എൻട്രൻസ് കഴിഞ്ഞാൽ നേരിട്ട് BA BEd, BSc BEd, BCom BEd 4 year ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. +2 കഴിഞ്ഞവർക്ക് 4 വർഷം കൊണ്ട് BA BEd ആകാം, അല്ലെങ്കിൽ BSc BEd, അല്ലെങ്കിൽ BCom BEd. ഇങ്ങനെ പുതിയ കോഴ്സുകൾ വരുന്നു, വിച്ച് ഈസ് കാൾഡ് ITEP, ITEP, ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. 2030 അത് പ്രാബല്യത്തിൽ വരുമെന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പറയുന്നത്. ദെൻ ദേ നീഡ് മോർ ക്വാളിഫൈഡ് ഹാൻഡ്സ്. അപ്പോൾ വലിയൊരു ആവശ്യം, നെസസിറ്റി ഉണ്ടാവും. ആൻഡ് മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ഈസ് എ മസ്റ്റ്. അതൊരു കമ്പൽസറി ആണ്. മേ ബി അനദർ 3-4 years ദാറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ്. പിന്നെ പ്രത്യേകം യൂണിവേഴ്സിറ്റികൾ വരുന്നു. ഇപ്പൊ തമിഴ്നാട്ടിൽ ടീച്ചർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും താമസിക്കാതെ ടീച്ചർ എഡ്യൂക്കേഷന് വേണ്ടി മാത്രം എഡ്യൂക്കേഷണൽ യൂണിവേഴ്സിറ്റീസ് വരാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ഇൻ ദ പ്രോസസ്, ഇൻ ദ പൈപ്പ് ലൈൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദേ നീഡ് ക്വാളിഫൈഡ് ഹാൻഡ്സ്. ഉടനെ വരുമെന്നല്ല പറയുന്നത്, ഇറ്റ് മേ ടേക്ക് 2-3 years, ബട്ട് ഇറ്റ് വിൽ ഹാവ് ടു നമ്മുടെ സിസ്റ്റത്തിൽ അത് വന്നേ പറ്റൂ. ദെൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്കിപ്പോൾ സംസ്ഥാനത്തിൽ പണ്ടുണ്ടായിരുന്നില്ല, ഇന്നുണ്ട് ഡയറ്റ്, ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഒരു ഡയറ്റിൽ ഇന്ന് കേരളത്തിൽ 14 ഡയറ്റ് ഉണ്ട്. പല ഡയറ്റിലും ആവശ്യത്തിന് ഫാക്കൽറ്റി ഇല്ല, എല്ലാം താൽക്കാലിക പോസ്റ്റ് വെച്ചിരിക്കുകയാണ്. 5-6 പേരേ ഉള്ളൂ. ഒരു ഡയറ്റ് നേരെ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ 20 മുതൽ 25 ഫാക്കൽറ്റി വേണം. ഇപ്പൊ 14 ഡയറ്റ് ഉണ്ട്. ഇപ്പൊ ഒരു ഡയറ്റിൽ 5-6 ഫാക്കൽറ്റി മെമ്പേഴ്സേ ഉള്ളൂ. 20 പേര് വേണം മിനിമം. ഇപ്പൊ 20 × 14, ജസ്റ്റ് ഇമാജിൻ ദി നമ്പർ. അവിടെ MEd മസ്റ്റാണ്. MA, MSc, MCom, MEd, ഇങ്ങനെ എഡ്യൂക്കേഷൻ ഫാക്കൽറ്റികൾ ക്വാളിഫൈഡ് ഹാൻഡ്സിന് ആവശ്യമുണ്ട്. ദെൻ ലോട്ട് ഓഫ് നോൺ ഗവൺമെന്റൽ ഏജൻസീസ് ആൻഡ് സിവിൽ സൊസൈറ്റീസ്, ദേ ആർ കമ്മിങ് അപ്പ്. അവരും എഡ്യൂക്കേഷനിൽ വരുന്നു. ദേ നീഡ് ക്വാളിഫൈഡ് പീപ്പിൾ. അവർക്കും സ്പെഷ്യലൈസ്ഡ് ആൾക്കാരെ ആവശ്യമുണ്ട്. പിന്നെ അടുത്ത വലിയൊരു മേഖലയാണ് കോർപ്പറേറ്റ് സെക്ടർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദേ ആർ ഓർഗനൈസിങ് വെറൈറ്റി ഓഫ് റിസർച്ച് പ്രോഗ്രാംസ്. ഇപ്പോൾ MEdന് പഠിക്കുമ്പോൾ നിങ്ങൾ ഏതാണ്ട് 2 പേപ്പർ റിസർച്ച് പഠിക്കുന്നു. ഒരു തീസിസ്, ഇറ്റ് ഈസ് ഫോർ 250 marks. 2 പേപ്പർ എന്ന് പറയുമ്പോൾ 200 മാർക്ക്. തീസിന് 250 ഇപ്പൊ 250 അധികം 200 എന്ന് പറയുമ്പോഴാണ് 450 മാർക്ക് റിസർച്ചിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുകയാണ് MEd പ്രോഗ്രാമിന്. സോ യു ബിക്കം എ സ്പെഷ്യലിസ്റ്റ്, യു ലേൺ ദി തിയറി ആൻഡ് യു ഡു എ തീസിസ്, യു കണ്ടക്ട് എ റിസർച്ച് വർക്ക്. സോ യു ആർ ക്വാളിഫൈഡ്. നിങ്ങൾക്ക് ഇന്റർവ്യൂ പോകുമ്പോൾ നിങ്ങളുടെ തീസിസ് നിങ്ങൾക്ക് കാണിക്കാം, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യു ഫേസ് ആൻ ഇന്റർവ്യൂ, എസ്പെഷ്യലി ഇൻ ഹയർ എഡ്യൂക്കേഷൻ. അപ്പൊ ഇങ്ങനെ വലിയൊരു സാധ്യത അതിലുണ്ട്. ഇന്ന് ഇന്ത്യയിലെ IITകൾ, IIM, അവരെല്ലാം ലൈഫ് സ്കിൽസിന് ഒരുപാട് പ്രോജക്റ്റുകൾ കൊണ്ടുവരികയാണ്. ദേ നീഡ് ക്വാളിഫൈഡ് പീപ്പിൾ ഇൻ ലൈഫ് സ്കിൽസ്. ഒരു 5-10 വർഷം മുമ്പ് ഇന്ത്യയിലെ രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, വേർ ഐ വർക്ക് ഫോർ 10 years, അവിടെ ഞങ്ങൾ ലൈഫ് സ്കിൽസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഓഫർ ചെയ്തിരുന്നു. പിന്നെ അത് മാറി. ഇപ്പൊ ഇന്ത്യയിൽ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റിയിലെ ലൈഫ് സ്കിൽസിൽ മാസ്റ്റേഴ്സ് ഓഫർ ചെയ്യുന്നുള്ളൂ. ഇൻ കേരള ലൈഫ് സ്കിൽസ് MEd ലെവലിൽ ലൈഫ് സ്കിൽസ് സ്പെഷ്യലൈസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇൻ അവർ കോളേജ്, മാർത്തിയ പോലീസ് ട്രെയിനിങ് കോളേജ്, വി ഹാവ് ഗോട്ട് ആൻ ഓപ്ഷൻ ഫോർ ദാറ്റ്. യു ക്യാൻ സ്പെഷ്യലൈസ് ഇൻ ലൈഫ് സ്കിൽസ്. നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ, വേൾഡ് ബാങ്കിന്റെ പ്രോഗ്രാമിൽ, എല്ലായിടത്തും ദേ ഫോക്കസ് ഓൺ ലൈഫ് സ്കിൽസ്. ദേ നീഡ് ക്വാളിഫൈഡ് പീപ്പിൾ. അപ്പൊ അതിനുള്ള ഒരു സാധ്യത MEd പഠിക്കുന്നതിലൂടെ കിട്ടും. Now you come to our secondary education in Kerala. I am just giving the figure for your kind information. കേരളത്തിൽ നിന്ന് നടക്കുന്ന ഹൈസ്കൂൾ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 39% ഹൈസ്കൂളുകൾ ഗവൺമെന്റ് സ്കൂളുകളാണ്, ഗവൺമെന്റാണ് നടത്തുന്നത്. 1228.
ഇനി ഗവൺമെന്റ് എയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകൾ, ഹൈസ്കൂൾ എടുത്താൽ ഇറ്റ് ഈസ് നോട്ട് ലെസ് ദാൻ 46%, ഏതാണ്ട് 45, ഏറ്റവും ഹയസ്റ്റ് എയ്ഡഡ് സ്കൂളുകളാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എയ്ഡഡ് സ്കൂളുകളിലേക്ക് ഇപ്പോൾ സ്റ്റാഫിനെ എടുക്കുമ്പോൾ അത് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ദർ ഈസ് ചേഞ്ച്. ദേ പ്രിഫർ ടീച്ചേഴ്സ് വിത്ത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ. എംഎഡ് ഉള്ളവരെയാണ് എയ്ഡഡ് സ്കൂളുകൾ പ്രിഫർ ചെയ്യുന്നത്. അവരുടെ സ്വാതന്ത്ര്യമാണ്. എന്താ കാര്യം? എവരി സ്കൂൾ വിൽ ഹാവ് എ വെബ്സൈറ്റ്. പാരൻസ് കുട്ടികളെ സ്കൂളിൽ അയക്കുമ്പോൾ അവർ നോക്കുന്നത് ആ സ്കൂളിലെ ടീച്ചിങ് ഫാക്കൽറ്റിയുടെ ബാക്ക്ഗ്രൗണ്ട്, ക്വാളിഫിക്കേഷൻ ഒക്കെയാണ്. എംഎഡ് ഉള്ളവർ എത്ര പേരുണ്ട്, മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർ എത്ര ഉണ്ടെന്ന് എല്ലാ പേരൻറ്റും നോക്കാറുണ്ട്. ദാറ്റ് ഇസ് എ കറന്റ് ട്രെൻഡ്. ബെറ്റർ ക്വാളിഫൈഡ് ആൻസർ സ്കൂളിലുണ്ടെങ്കിൽ അവരുടെ പൊസിഷൻ മാറുകയാണ്. their academic status will be changing. So they prefer better qualified hands, preferably with a master's degree in education. ഇപ്പോൾ കേരളത്തിൽ 45% സ്കൂളുകൾ എയ്ഡഡ് മേഖലയിലാണ്. അപ്പോൾ അവരുടെ ട്രെൻഡ് അതാണ്. പിന്നെ അൺഎയ്ഡഡ് സ്കൂളുകൾ ഏതാണ്ട് 488 സ്കൂളുകളുണ്ട്. അവരെല്ലാം പ്രിഫർ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ദേ നീഡ് ബെറ്റർ പീപ്പിൾ വിത്ത് ബെറ്റർ ബാക്ക്ഗ്രൗണ്ട്, ബെറ്റർ ക്വാളിഫിക്കേഷൻ. ദാറ്റ് ഈസ് MA, MEd, MSc, MEd, MCom, MEd. ദേ പ്രിഫർ. അവരുടെ പ്രിഫറൻസ് അവിടെയാണ്. ഇപ്പോൾ ബിഎഡുകാരെ അല്ല അവർ പ്രിഫർ ചെയ്യുന്നത്. കാരണം അവരുടെ വെബ്സൈറ്റിൽ കൊടുക്കണം ഞങ്ങളുടെ ടീച്ചേഴ്സിൽ ഇത്ര പേര് MA ഡിഗ്രി ഉള്ളവരുണ്ട്. പബ്ലിക് പാരൻസ് അത് നോക്കിയാണ് കുട്ടികളെ അയക്കുന്നത്. പാരൻസ് ആർ എഡ്യൂക്കേറ്റഡ് നൗ, ദേ ആർ ഓൾസോ സെർച്ചിങ് ഫോർ എ ബെറ്റർ ചാൻസ്, ബെറ്റർ പ്രോസ്പെക്ട്സ്. ഇനി നമ്മൾ ഹയർ സെക്കൻഡറി എടുത്തു കഴിഞ്ഞാൽ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കേരളത്തിലെ 760 ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഗവൺമെന്റ് സെക്ടറിലാണ്. അറൌണ്ട് 39%, 35% കൊടുക്കുന്ന മാറ്റമുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ഗവൺമെന്റ് എയ്ഡഡുള്ള 686 സ്കൂളുകളുണ്ട്. പെർസെൻറ്റേജ് ടൈപ്പ് ചെയ്തതിൽ മാറിപ്പോയി. 39 എയ്ഡഡ് സ്കൂളുകൾ, 39%. അൺഎയ്ഡഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 24% ഉള്ളൂ. അപ്പോൾ എയ്ഡഡ് സ്കൂളുകളും അൺഎയ്ഡഡ് സ്കൂളുകളും പ്രിഫർ ചെയ്യുന്നത് എന്താണ്? പീപ്പിൾ വിത്ത് ബെറ്റർ ക്വാളിഫിക്കേഷൻ, ബിക്കോസ് ദേ വാണ്ട് ടു പ്രൊജക്ട് അവർ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആർ ബെറ്റർ ക്വാളിഫൈഡ്. ഇപ്പോൾ പേരൻസിന് അതൊരു അട്രാക്ഷനാണ്. അപ്പോൾ ദാറ്റ് ഇസ് എ കറന്റ് ട്രെൻഡ്. അപ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് തന്നെ ടീച്ചേഴ്സ് ഞങ്ങൾ പലരും സ്റ്റാഫ് സെലക്ഷന് പോകാറുണ്ട്. അപ്പോൾ അവർ പറയാറുണ്ട് വി നീഡ് ബെറ്റർ ക്വാളിഫൈഡ് ഹാൻഡ്സ്. ദാറ്റ് ഇസ് എ ട്രെൻഡ് ഇൻ അവർ സ്റ്റേറ്റ്. പിന്നെ വരുന്ന വലിയൊരു മേഖല ഇപ്പോൾ ഗവൺമെന്റ് ഈ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനെ എന്ന് പറയുന്ന അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ 161 പോസ്റ്റ് ഉണ്ട് കേരളത്തിൽ. DEO 41 പോസ്റ്റ് ഉണ്ട്. DD ഡെപ്യൂട്ടി ഡയറക്ടർ ഏറ്റവും കുറഞ്ഞത് 14 പോസ്റ്റ് ഉണ്ട്. പിന്നെ സമഗ്ര ശിക്ഷാ അഭിയാൻ, സപ്പോർട്ട് സിസ്റ്റം, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഇങ്ങനെ വളരെ വിപുലമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെക്ടർ കേരളത്തിലുണ്ട്. അത് 50% ഗവൺമെന്റ് ഓപ്പൺ സെലക്ഷനിലേക്ക് വിടുകയാണ്. ബിക്കോസ് സാധാരണ ഒരു AE ആകുമ്പോൾ 50 വയസ്സ് കഴിയും. അവർക്ക് ഇന്നോവേഷൻ പ്രായം കഴിയുമ്പോൾ ഇന്നോവേഷൻസ് കുറവായിരിക്കും. സോ ഗവൺമെന്റിന്റെ പോളിസി മാറുകയാണ്. ദേ നീഡ് യങ്സ്റ്റേഴ്സ്, ബെറ്റർ ക്വാളിഫൈഡ് ഹാൻഡ്സ് ഇൻ ദ പോസ്റ്റ്. മുഴുവനും അങ്ങനെ കൊടുക്കാനാകില്ല. അതുകൊണ്ട് ഏതാണ്ട് 50% പോസ്റ്റുകൾ AEO, DEO, ഡെപ്യൂട്ടി ഡയറക്ടർ, സമഗ്ര ശിക്ഷാ അഭിയാന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകൾ ഇതെല്ലാം ഓപ്പൺ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. ഇപ്പൊ 161 പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ പകുതി ഏതാണ്ട് 80ഓളം പോസ്റ്റുകൾ ഓപ്പൺ മാർക്കറ്റിലേക്ക് വരും. അപ്പൊ MEd ഉള്ളവർക്കാണ് ചാൻസ്. ബിക്കോസ് ബെറ്റർ ക്വാളിഫൈഡ് മീൻസ് യു ഹാവ് ഗോട്ട് എ ബെറ്റർ ചാൻസ്. അത് കേരളത്തിൽ വരാൻ പോവുകയാണ്. അതില്ലാതെ ഇനി കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ബിക്കോസ് വി നീഡ് ലോട്ട് ഓഫ് ചേഞ്ചസ്. സോ ദാറ്റ് ഈസ് അനദർ തിങ്. ഇനി അടുത്ത രസകരമായ കാര്യം, ഇപ്പൊ കഴിഞ്ഞ 2024 മെയിലെ കണക്കനുസരിച്ച് കേരളത്തിൽ 22,000 എംപ്ലോയീസ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. അതിൽ 7,500 പേര് ടീച്ചേഴ്സാണ്. ദിസ് ഈസ് എ പ്രസ് റിപ്പോർട്ട് പബ്ലിഷ് ഇൻ May 2024. ഇപ്പൊ 7,500 ടീച്ചേഴ്സ് റിട്ടയർ ചെയ്യുമ്പോൾ അത്രയും പേരെ പോസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ പുതിയ പോളിസികൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 7,500 സർക്കാർ പോസ്റ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ദർ ആർ ഫിനാൻഷ്യൽ കൺസേൺസ് വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അത് പോസ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബെറ്റർ ക്വാളിഫൈഡ് ഉണ്ടെങ്കിൽ അതിനൊരു വെയിറ്റേജ് കൊണ്ടുവരാൻ ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. ബിക്കോസ് ദേ വാണ്ട് ദി സിസ്റ്റം ടു ബി ബെറ്റർ. സിസ്റ്റം ബെറ്റർ ആവണമെങ്കിൽ ബെറ്റർ ക്വാളിഫൈഡ് ആൻസ് വേണം, യങ്സ്റ്റേഴ്സ് വരണം. അങ്ങനെ ഒരു പോളിസിയെ കുറിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റുകളെല്ലാം ഇന്ത്യ മുഴുവൻ ആലോചിക്കുന്നു. നമ്മുടെ സർക്കാരിനും ആലോചിച്ചേ പറ്റൂ. ബിക്കോസ് ദാറ്റ് ഇസ് എ നീഡ്, ദാറ്റ് ഇസ് എ നെസസിറ്റി. അപ്പൊ അവിടെയും ചാൻസ് ബെറ്റർ ക്വാളിഫൈഡ് ആൻസിനാണ്. ഇനി സ്കൂൾസ് എടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയുന്നത് ഏതാണ്ട് 36% ആണ്. ടോട്ടൽ സ്കൂളാണ് പറയുന്നത്. എയ്ഡഡ് സ്കൂളാണ് ഏറ്റവും കൂടുതൽ, ഏതാണ്ട് 53% ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എയ്ഡഡ് സ്കൂളുകളുടെ ട്രെൻഡ് എന്താണ്? ദേ നീഡ് ബെറ്റർ ക്വാളിഫൈഡ് പീപ്പിൾ. ഇപ്പൊ കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളുടെ പെർസെൻറ്റേജ് ടോട്ടലിന്റെ 53% വരും. അൺഎയ്ഡഡ് സ്കൂളുകളും പ്രിഫർ ചെയ്യുന്നത് ബെറ്റർ ക്വാളിഫൈഡ് ആണ്. കാരണം അവരുടെ വെബ്സൈറ്റിൽ കൊടുക്കണം ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം ബെറ്റർ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ദിസ് ഈസ് ദ കറന്റ് ട്രെൻഡ് ഇൻ കേരള, മാറിക്കൊണ്ടിരിക്കുന്നു. ദെൻ ഹൗ മെനി ക്വാളിഫൈഡ് ടീച്ചേഴ്സ് അറ്റ് B.Ed ലെവൽ? ഞാൻ പറയുന്നത് NCTE, നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷന്റെ റിപ്പോർട്ടാണ്. ഒരു വർഷം ഇന്ത്യയിലെ ഏതാണ്ട് 17.5 lakh പീപ്പിൾ ആർ കമ്മിങ് ഔട്ട്.
ഫ്രം കോളേജസ് വിത്ത് BEd ഡിഗ്രി. ഇപ്പോൾ വേക്കൻസി ഉണ്ടാകുന്ന ഏതാണ്ട് 3 ലക്ഷമാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ഒരു വർഷം 3-3.5 ലക്ഷം വേക്കൻസികൾ ഉണ്ടാകുന്നു. മറ്റ് മേഖലകളിൽ 1 ലക്ഷം, കുറച്ചുപേർ വിദേശത്ത് പോകുന്നു. അപ്പൊ ഇങ്ങനെ ഇത് സാധ്യത കൂടിയാണ്. അപ്പൊ ഈ 3 എന്നുള്ളത് താമസിക്കാതെ അത് 4 ആകുന്നു, പിന്നെ 5 ആകുന്നു. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാറ്റിക് അല്ല, അത് ഫിഗർ ഈസ് ചേഞ്ചിങ്. അപ്പൊ അവിടെ ബെറ്റർ ക്വാളിഫൈഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും BEd 17 ലക്ഷമാണ്. MEd ഇറങ്ങുന്നത് അത്രയും വരുന്നില്ല. അതിന്റെ കൃത്യമായ ഫിഗർ ഇവിടെ ലഭ്യമല്ല, വെബ്സൈറ്റിൽ ലഭ്യമല്ല. അതുകൊണ്ടാണ് അത് കൊടുക്കാത്തത്. അപ്പൊ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ബെറ്റർ ക്വാളിഫൈഡ് ആൻസിനെയാണ്. സോ MEd കഴിയുമ്പോൾ സാധ്യത കൂടുന്നു എന്നാണ് ഞാൻ ഇപ്പൊ പല മേഖലകളിലും ഉള്ള ട്രെൻഡ് അതാണ്. Now, in addition to that, we have got a lot of national organizations like National Research Organization, for example, ICSSR, Indian Council for Social Science Research, NIRD, National Institute of Rural Development, then international agencies, United Nations Development Program, UNFPA, United Nations Fund for Population Activities, UNICEF, ഇങ്ങനെ പല പ്രോഗ്രാമും അവർ എഡ്യൂക്കേഷണൽ ഫോക്കസ്ഡ് ആണ്. They need better qualified, preferably with a doctorate degree. അതില്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ, because masters in education, you do research, you learn research, you prepare a thesis. Lot of things are taking place in the country. ഇനി അടുത്തത് you take our own state, SCRT, ഡയറ്റ്, പിന്നെ UGCയുടെ പല പ്രോജക്റ്റുകൾ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ വരുന്ന വെറൈറ്റി ഓഫ് പോസ്റ്റ്, പല പോസ്റ്റുകളും അവർ MEd ആണ് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. NCRT, NEPA, there are national bodies. അവരുടെയൊക്കെ വർക്കും പ്രോഗ്രാംസും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. They are taking up lot of research projects in the country. എല്ലാ സ്റ്റേറ്റിലും അവർക്ക് ക്വാളിഫൈഡ് ആൻസിന് ആവശ്യമുണ്ട്. NEPA സ്റ്റേറ്റിൽ വരുന്നത് CMAT എന്ന് പറയുന്ന സ്ഥാപനമാണ്. അങ്ങനെ ഒരു സ്ഥാപനം കേരളത്തിലുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. ദേ നീഡ് ക്വാളിഫൈഡ് ആൻസ്. അപ്പൊ അങ്ങനെ വലിയ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമ്മുടെ രാജ്യത്ത് വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലുക്ക് അറ്റ് ദി ടോപ്പ് 6 എക്കോണമീസ് ഇൻ ദ വേൾഡ്. ഗ്രോത്ത് റേറ്റ് 2023 കണക്കാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ ഇന്ത്യ 5ാമത്തെ നാഷണൽ വേൾഡ് എക്കോണമിയിൽ 5ാം സ്ഥാനത്താണ്. USA is on top. അവരുടെ ഗ്രോത്ത് റേറ്റ് 1.8 ആണ്. ചൈന ഗ്രോത്ത് റേറ്റ് 5.2 ആണ്. ജപ്പാൻ 1.3% ആണ്. ജർമ്മനി -0.1 ആണ്. ആൻഡ് ഇന്ത്യ 5.9%, അപ്രോക്സിമേറ്റ്ലി 6% ഓഫ് ഗ്രോത്ത് റേറ്റ് കാണിച്ചിരിക്കുന്നു. ഇപ്പൊ അതിനേക്കാളും കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ we are going to invest lot of money in research. Otherwise, we will not be able to survive in a world of competitions. വലിയ കോമ്പറ്റീഷൻ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയുടെ സ്ഥാനത്ത് വലിയ മാറ്റം വന്നിരിക്കും. The government is insisting on research. Otherwise, it is a very difficult task to survive. അപ്പോൾ ക്വാളിഫൈഡ് ആൻസ് വേണം, റിസർച്ച് ഓറിയന്റേഷൻ ഉള്ള ഒരു രാജ്യത്തിന് ആവശ്യമുണ്ട്. ഐ മീൻ ചാൻസസ് ആർ ബെറ്റർ. ഇപ്പം നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻകത്തിന്റെ GDPയുടെ 3% ആണ്. അത് 6% ആക്കി മാറ്റാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഏതാണ്ട് 4% വരെ എത്തിക്കഴിഞ്ഞു. ഇനി സ്റ്റുഡൻസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇപ്പോൾ ഉള്ളത് 4 കോടി വിദ്യാർത്ഥികളാണ് ഹയർ എഡ്യൂക്കേഷനിൽ വരുന്നത്. അത് അടുത്ത 5 വർഷം കൊണ്ട് 8 കോടിയാക്കാനാണ് ഗവൺമെന്റിന്റെ പ്രോഗ്രാം. അപ്പോൾ എഡ്യൂക്കേഷന് കൂടുതൽ ഫോക്കസ് കൊടുക്കുകയാണ്. വി നീഡ് ക്വാളിഫൈഡ് ആൻസ്. വീണ്ടും അത് ആവശ്യം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദാറ്റ്സ് എ സിനാരിയോ. ക്വാളിറ്റി എൻഹാൻസ്മെന്റ് സ്കൂൾ എഡ്യൂക്കേഷൻ. സ്കൂളിലെ ഇന്ന് ക്വാളിറ്റി എൻഹാൻസിന്റെ ഭാഗമായി പുതിയ പോളിസി പറയുന്നു, എല്ലാ സ്കൂളിലും കുറഞ്ഞത് ഒരു ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗിന് മിനിമം ക്വാളിഫൈഡ് ഒരാളുണ്ടാവണം. ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷന് മിനിമം ഒരാളുണ്ടാവണം. ടെക്നോളജിക്ക് ഒരാൾ വേണം. എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ആൾ വേണം. ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് MEd ലെവലിൽ ഇതിനൊക്കെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഗൈഡൻസ്, ലൈഫ് സ്കിൽസ്, എക്സ്റ്റൻഷൻ, ഇങ്ങനെ വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഇഫ് യു ആർ ബെറ്റർ ക്വാളിഫൈഡ്, യുവർ ചാൻസസ് ആർ വെരി ഹൈ. ചാൻസസ് വളരെ ഹൈ ആണ്. പലപ്പോഴും വിദ്യാർത്ഥികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, MEd പഠിക്കാൻ 2 വർഷം എടുക്കില്ലേ, അതിന് ചിലവില്ലേ. നൗ ബാങ്ക്സ് ആർ കമ്മിങ് ഫോർവേഡ്. നമ്മുടെ നാഷണലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് ബാങ്ക്സ് എല്ലാം മുന്നോട്ട് വരുന്നു. അവർ നിങ്ങൾക്കറിയാമല്ലോ, ലോൺ എടുക്കാൻ അവർ തയ്യാറാണ്. സോ ദാറ്റ് അത് പിന്നെ ജോലി കിട്ടിയിട്ട് തിരിച്ചടച്ചാൽ മതി. പക്ഷേ തിരിച്ചടയ്ക്കണം, അതിനുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. സോ സാമ്പത്തിക ഒരു പ്രശ്നമില്ല, ബിക്കോസ് ബാങ്ക്സ് ആർ വില്ലിങ്, നാഷണലൈസ്ഡ് ബാങ്ക്സ് ആർ വില്ലിങ് ടു ഡു ദാറ്റ്. ഒരുപാട് ബാങ്കുകൾ മുന്നോട്ട് വരുന്നു. അപ്പോൾ അതൊരു പ്രശ്നമല്ല. ഇനി ലാംഗ്വേജ് എഡ്യൂക്കേഷൻ, സോഷ്യൽ സയൻസ് എഡ്യൂക്കേഷൻ, ICT, AI ഇൻ എഡ്യൂക്കേഷനിലെല്ലാം സ്പെഷ്യലൈസേഷൻ വരികയാണ്. അപ്പോൾ സ്പെഷ്യലൈസേഷൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഇഫ് യു ആർ ബെറ്റർ ക്വാളിഫൈഡ്, യുവർ ചാൻസസ് ആർ ബെറ്റർ. ഇനി NCRT, ദേ ആർ ഹാവിംഗ് വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് നൗ. അത് സ്റ്റേറ്റുകളിലും വരികയാണ്, SCRTയിലും വരികയാണ്. അക്കാഡമിക് ലീഡർഷിപ്പ് ഇൻ സ്കൂൾ എഡ്യൂക്കേഷൻ പുതിയൊരു മേഖലയാണത്. അഡ്മിനിസ്ട്രേറ്റീവ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ഒരു ആവശ്യമുണ്ട്. ടീച്ചിങ് ലേണിംഗ് സ്പെഷ്യലൈസേഷൻ വരുന്നു. കരിക്കുലം ഡെവലപ്മെന്റ്, ടീച്ചർ എംപവർമെന്റ്, റിസർച്ച്, മെറ്റീരിയൽ ഡെവലപ്മെന്റ്, ഇന്നോവേഷൻസ് ഇൻ എഡ്യൂക്കേഷൻ, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് വരികയാണ്. Everywhere we need better qualified hands. That means MEd with the research base.
സോ തിങ്സ് ആർ മൂവിങ് വെരി ഫാസ്റ്റ്. ഇനി ഇന്ത്യയിൽ നാഷണൽ ബോഡിയാണ് നീപ്പ. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2 ടീച്ചേഴ്സ് നീപ്പയിൽ പ്രൊഫസറായിട്ട് സെലക്ഷൻ കിട്ടിപ്പോയിട്ടുണ്ട്. ബിക്കോസ് ദേ ഹാവ് ഗോട്ട് ബെറ്റർ ക്വാളിഫൈ, ദേ ഹാവ് ഗോട്ട് ബെറ്റർ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ പുതിയ പ്രോജക്റ്റ് വരുമ്പോൾ ദേ ടേക്ക് യങ്സ്റ്റേഴ്സ് ഫോർ പ്രോജക്ട്സ്. അപ്പൊ അതിൽ റിസർച്ച് ഡിഗ്രിയുള്ള MEd ഉള്ളവർക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് എ പോസിറ്റീവ് ഡിസിഷൻ നൗ. അപ്പൊ നിങ്ങൾ ഇനി 2 വർഷമാണ്. എങ്ങനെ പോകും, എങ്ങനെ പഠിക്കും? യുവർ ഹയർ ജോബ് പോസിബിലിറ്റീസ് ആർ 5 to 6 times ഹയർ. ഒരു BEd മാർക്ക് ജോബ് മാർക്കിൽ ഇറക്കുന്ന ഒരു വിദ്യാർത്ഥിയേക്കാൾ MEd എടുത്തുകൊണ്ട് വന്നാൽ നിങ്ങളുടെ സാധ്യത 6 ഇരട്ടി കൂടുകയാണ്, ജോലി സാധ്യത. അത് കേരളത്തിൽ തന്നെ കിട്ടണമെന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടാണ്. ബട്ട് യു ഹാവ് ടു മൂവ് ഔട്ട്. കേരളത്തിന് വിട്ട് പുറത്തു പോയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ബാച്ചിൽ പഠിച്ച ഒരു 5 കുട്ടികൾ പരീക്ഷ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ദേ ഗോട്ട് പ്ലേസ്മെന്റ്. ബിക്കോസ് ദേ ഗോട്ട് സ്പെഷ്യലൈസേഷൻ, ലൈഫ് സ്കിൽസ് അഡ്മിനിസ്ട്രേഷനിൽ പഠിച്ചവരാണ്. ദേ ഗോട്ട് എ ചാൻസ്. ഒരുപാട് പേര് പുറത്തു പോയിട്ടുണ്ട്. പിന്നെ മണി, ബാങ്ക് ലോൺസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അറ്റ് എ ലോ ഇൻട്രസ്റ്റ് റേറ്റ്. ബാങ്ക്സ് ആർ വില്ലിംഗ്. അത് ഗവൺമെന്റ് പോളിസിയാണ്. സോ നൗ ഇറ്റ് ഈസ് ടൈം ടു തിങ്ക്. ഹയർ ക്വാളിഫിക്കേഷൻസ്, ബെറ്റർ ക്വാളിഫൈഡ് ആയാൽ ബെറ്റർ ചാൻസ് ആണ്. കരിയറിൽ വലിയ മാറ്റം വരുന്നു, വലിയ പ്രൊമോഷൻ സാധ്യതകൾ കൂടുന്നു, നിങ്ങളുടെ അക്കാഡമിക് സ്റ്റാറ്റസിൽ മാറ്റം വരുന്നു, നിങ്ങളുടെ സാമ്പത്തിക രംഗത്ത് മാറ്റം വരുന്നു. വലിയ മാറ്റമാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് എഡ്യൂക്കേഷനിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നു. ആത്യന്തികമായി ടോട്ടൽ സോഷ്യോ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് നിങ്ങളുടെ ജീവിതത്തിലും രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രക്രിയയിലും യു ബിക്കം എ വെരി സ്ട്രോങ് സോഷ്യൽ എഞ്ചിനീയർ. സോ ദീസ് ആർ സം ഓഫ് ദി, സമയപരിമിതി കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, സം ഓഫ് ദി പോസിബിലിറ്റീസ്. എല്ലാരെ പോലെ BEd എടുത്ത് മാർക്കറ്റ് ഇറങ്ങുകയാണ് നമ്മൾ. നൗ റീഡ് കെയർഫുള്ളി. ഈ സ്ക്രീൻ ഇപ്പൊ കാണുന്നൊന്ന് വായിച്ചു നോക്കുക. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ചലഞ്ചസ് ഇൻ ലൈഫ് ഈസ് ബീയിങ് യുവർ സെൽഫ് ഇൻ എ വേൾഡ് ദാറ്റ് ഈസ് ട്രൈങ് ടു മേക്ക് യു ലൈക്ക് എവരിവൺ എൽസ്. എല്ലാവരും മുമ്പേ ഗമിച്ചിടുന്ന ഗോവുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളല്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ BEd എടുത്ത് മാർക്കറ്റ് ഇറങ്ങുകയാണോ അതോ ബെറ്റർ ക്വാളിഫൈഡ് ആയി ബെറ്റർ ചാൻസ്, ബെറ്റർ സ്കോപ്പിന് വേണ്ടി ചിന്തിക്കുകയാണ്? ഇറ്റ് ഈസ് അപ് ടു യു ടു ഡിസൈഡ്. Think well before you decide. Think about the career because lot of changes are taking place. പുതിയ വിദ്യാഭ്യാസ നയത്തിൽ വലിയ സാധ്യതകളാണ് വരുന്നത്. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. Think about it. Think about the career. ശക്തമായ ഭാവിയെക്കുറിച്ച് ശക്തമായി ചിന്തിക്കുക. All the best. Good luck. Thank you. Yes. Thank you very much, sir, for that very inspiring thought process. Now we invite your thoughts with regard to higher education sector, and I would actually like to invite your thoughts in the chat box as well as open mic. You can raise your hands in the session, and we will let you in. Yes, please. Questions, clarifications, observations, doubts. You are welcome. Yes. Sir, I don't see any queries with regard to this particular section. However, I see a lot of thanking with regard to this particular section. But there is one question. Sir, will there be a STEM degree offered in Srinarayana Open University? Well, that is a relevant question. ഇപ്പോൾ സയൻസ് ടെക്നോളജി ആ കാര്യത്തിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരെ പുതിയ കോഴ്സുകളൊക്കെ പ്ലാൻ ചെയ്ത് പ്രോഗ്രാംസ് ആർ ഇൻ ദി പൈപ്പ് ലൈൻ. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. കുറച്ച് സമയം എടുക്കും അത് വരാൻ. പക്ഷേ അത് പിന്നെ സയൻസ് ഡിഗ്രി അതിലൂടെ കൊടുക്കാൻ കഴിയുന്നതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകളൊക്കെ നടന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് തീരുമാനങ്ങൾ, പോളിസി തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. സോ ഇറ്റ് മേ ടേക്ക് സം ടൈം. ബട്ട് ഐ ഹോപ്പ് ഇപ്പോൾ യൂറോപ്പിലെ പല യൂണിവേഴ്സിറ്റികളിലുണ്ട്.
അഡ്വാൻസ് രാജ്യങ്ങളിലൊക്കെ ഇന്ന് സയൻസ് ഡിഗ്രി ഓപ്പൺ ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ചേഞ്ച് അനിവാര്യമാണ്. അതുകൊണ്ട് we are positive. I think it will happen in the nearest future. But government will have to take certain policy decisions. അതുകൊണ്ട് അല്പം സമയം എടുത്തെന്ന് വരും. But there is a possibility. Okay. Yes. Yes, Rakesh, we can move to the next item. Our videos and our ഉണ്ടെങ്കിൽ അതാകാം. Hello. Rakesh, we can move to the videos now. Hello, can you hear me? Hello. Yes, sir, we can hear you. Yes. Hello, Rakesh. Can you show the videos now? Our video, we can show the facilities in our college and all. Excuse me, sir. Sir, I would like to, sir, am I audible? Yes. Yes, you are very clear. Yes, okay. Sir, I would like to cut off to the testimonials as well, because testimonials of some students who have actually sent their videos. So I will go forward to that. Please, you are welcome. പിന്നെ ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഇയറിലായിരുന്നു എൻ്റെ. ഹായ്, എൻ്റെ പേര് പാർവതി. ഞാൻ മാത്യുഫിലിസ് ട്രെയിനിങ് കോളേജിൽ BEdും MEdും ചെയ്തിട്ടുണ്ട്. MEd ഞാൻ ഈ ഒരു 2022-2024 ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ആക്ച്വലി ഞാൻ BEd കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കൊരു 1 year ഞാൻ കാർമലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ MEdലോട്ട് വന്നത്. കാരണം ഞാൻ കാർമലിൽ വർക്ക് ചെയ്ത സമയത്താണ് അവിടുത്തെ ടീച്ചേഴ്സ് കുറേ പേര് പറഞ്ഞു ഇങ്ങനെ ഹയർ സ്റ്റഡീസും കൂടെ നോക്കാത്ത എന്തായിരുന്നു. കാരണം ഓൾറെഡി BEd എടുത്തു. അപ്പം ഇപ്പം ലൈക്ക് ഈവൻ ഏത് ജോലിക്ക് പോയാലും, ലൈക്ക് ടീച്ചിങ് ഏത് ജോലിക്ക് പോയാലും അവർ MEd മിക്കവാറും ചോദിക്കാറുണ്ട്. സോ അവരുടെ ഒരു ക്രൈറ്റീരിയയിൽ MEd എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ ഉണ്ടാകാറുണ്ട് ഇൻ്റർവ്യൂ ബോർഡിൽ. സോ നമ്മളിപ്പോൾ ഒരു എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ നമ്മളിപ്പോൾ എടുക്കുന്നതുകൊണ്ട് നമുക്കൊരു വേറൊരു പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ടീച്ചേഴ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടൊരു ഹയർ സ്റ്റഡീസിലോട്ട് പോയിക്കൂടെ, ആഫ്റ്റർ BEd ഒരു MEdും കൂടെ എടുത്തൂടെ എന്ന് പല ടീച്ചേഴ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അതിനുശേഷമാണ് ഞാൻ എൻ്റെ സാറിനോട് ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. കാരണം എൻ്റെ PG പഠിപ്പിച്ച സാറിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സാറും പറഞ്ഞു ലൈക്ക് ആഫ്റ്റർ എന്തായാലും ഒരു BEd എടുത്തു, അപ്പോൾ അതിന് ശേഷം ഒരു MEdും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിഫിക്കേഷനിലും ഒരു ഹയർ സ്റ്റേറ്റസ് ഉണ്ടാകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്കൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി കുറച്ചും കൂടി പ്രൊവൈഡഡ് ആകും എന്നാണ് സാറും പറഞ്ഞത്. സോ അങ്ങനെ ഞാൻ MEd ജോയിൻ ചെയ്തു. ആദ്യം ഇത്തിരി പാടായിരുന്നു. ലൈക്ക് ആ ഒരു 1 year കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടെ പഠിക്കാനായിട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മടി കാണും. പക്ഷെ എന്നാലും MEd ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു കുറച്ചും കൂടി നമ്മളൊന്ന് സിസ്റ്റമാറ്റിക് ആയത്. ലൈക്ക് BEdനെക്കാളും കുറച്ചും കൂടെ നമ്മളൊന്നും കൂടെ മോൾഡ് ആയിട്ടുണ്ടായിരുന്നു. കാരണം പല പ്രോജക്ട്സ് ആണെങ്കിലും പല അസൈൻമെൻറ്റ്സ് ആണെങ്കിലും പിന്നെ കൂടുതൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ വിസിറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ നമുക്ക് ആ ഉള്ള ഒരു നമുക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയി ഒന്ന് കൊളാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് സംസാരിച്ച് പല കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കോണ്ടാക്ട്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഏതൊക്കെ ഫീൽഡിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും എന്ന് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിയത് MEd വന്നതിന് ശേഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏത് സ്കൂളിൽ ഇൻ്റർവ്യൂ ബോർഡിൽ പോയാലും നമ്മൾ ഒരു ഫുള്ളി പാക്ഡ് അല്ലെങ്കിൽ ഒരു ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് പോകുന്ന രീതിയിൽ തന്നെ നമുക്ക് പോകാൻ സാധിക്കും. കാരണം എനിക്ക് ഇവിടെ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെക്ചർ
പിന്നെ രാകേഷ് സർ, രശ്മി ടീച്ചർ, ഇവരെല്ലാവരും നമ്മളെ പഠിപ്പിക്കാൻ മാത്രമല്ലായിരുന്നു, ലൈക്ക് എങ്ങനൊരു ഇൻ്റർവ്യൂ ബോർഡ് അല്ലെങ്കിൽ എങ്ങനൊരു ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ത്രൂ ML. സോ ലൈക്ക് സിലബസ് മാത്രം കവറിങ് അല്ലായിരുന്നു, ദ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു സ്റ്റുഡൻറ്റ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് തന്നെ നമുക്ക് പറയാമായിരുന്നു ഈ ML കോഴ്സ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് അങ്ങനെ ആയിരുന്നു. സോ ML ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഇയറിലായിരുന്നു എൻ്റെ മാരേജ്. സെക്കൻഡ് ഇയറിൽ ഞാൻ കൺസീവ് ആയ സമയത്താണെങ്കിലും ലൈക്ക് ഈ കോളേജിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് ഒരു ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ കുഡ് കംപ്ലീറ്റ് മൈ ML പ്രോഗ്രാം. അതാണ് ഏറ്റവും ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. സോ അതെന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നെ അറ്റ് ദ സെയിം ടൈം എൻ്റെ ഫാമിലി സപ്പോർട്ടും ഉണ്ടായിരുന്നു. സോ കോളേജ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടർ തന്നെയായിരുന്നു ആ ഒരു സമയത്ത്. കാരണം നമുക്ക് പല സമയം നമുക്ക് ലീവ് എടുക്കേണ്ടതുണ്ടായിരുന്നു, പിന്നെ നമുക്ക് വന്നിട്ട് ചിലപ്പോൾ പോകേണ്ടത് വരുമായിരുന്നു. സോ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോഴും ഇവിടെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരുന്നു. ആൻഡ് എല്ലാ രീതിയിലും സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ML കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പിന്നെ ബാക്കി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാ സ്കൂൾസിലും. കാരണം എനിക്ക് ഉടനെ എല്ലാ കോളേജിലും എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ സ്കൂൾസിൽ ഞാൻ ആദ്യം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്കൂൾസിലെ എല്ലാ ഇൻ്റർവ്യൂസിനും ഞാൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാനിപ്പോൾ ലോയല സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്തിരിക്കുകയാണ്. സോ ML ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു എല്ലാവർക്കും ആദ്യം. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടുന്നുണ്ടായിരുന്നു. കാരണം ഈവൻ BEd കഴിഞ്ഞവർക്ക് തന്നെ ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റി അവിടെ കുറവായിരുന്നു. പക്ഷേ എനിക്കൊരു പ്ലസ് ക്രൈറ്റീരിയ ML ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനൊരു പോസിറ്റീവ് പോയിന്റ് തന്നെയായിരുന്നു ഇൻ്റർവ്യൂ ബോർഡിൽ പോയപ്പോൾ. സോ ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് ML. ലൈക്ക് BEd കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ഷുഡ് ലൈക്ക് ഒബ്വിയസ്ലി ഗോ ഫോർ ദ മാസ്റ്റേഴ്സ് ഡിഗ്രി. കാരണം അത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. പല രീതിയിൽ നമുക്കത് ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ലൈഫിൽ. നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷേ ലേറ്റർ ഓൺ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഒരുപാട് നമുക്ക് കിട്ടുന്നതായിരിക്കും. So thank you for this opportunity to give an idea about the ML program. So I hope എല്ലാവരും ML പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യും. And all the best for you all. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ മാർത്തി പ്ലസ് ട്രെയിനിങ് കോളേജിൽ നിന്ന് പാസ് ഔട്ടായ ലിൻസി ചന്ദ്രന്റെയും കൂടെ ഒരു ചെറിയ ഒരു 1 minute വീഡിയോ പ്രസന്റ് ചെയ്യാം പ്ലീസ്. Hello everyone, myself Lindsay Chandran. I completed my MA degree from Matthew Plus Training College, Nalanjara during the academic period 2022-24. I was able to secure 80% marks. I'm really thankful to the principal, teachers and non-teaching staff, those who supported me and my colleagues during the study period. After completing my MA degree, I updated my resume and also highlighted my qualification and started to send mails to different schools. And also I directly contacted some of the schools. I didn't wait for any advertisements, and in such a way I was able to receive calls from certain schools and attend the interviews. Thank you for my MA degree for attending the interviews with confidence and clarity. And one day I got a call from a reputed school from Jaunpur, Uttar Pradesh, and now I am working as an English teacher at that school. I'm really grateful to MTTC for preparing me to be such a good teacher, for framing me as a good reputed teacher. Thank you. ഞാൻ പറയുന്നത് കേൾക്കാമോ? ഓഡിബിൾ ആണോ രാകേഷ് സാർ? Audible. ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എഡ്യൂക്കേഷനിലെ രഘു സാറ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വ്യക്തമായിട്ട് തന്നെ നല്ല ഒരു ചിത്രം നിങ്ങളുടെ മുന്നിലേക്ക് തന്നു. ഡെഫിനറ്റ് ആയിട്ട് ഹയർ എഡ്യൂക്കേഷൻ നമുക്ക് എപ്പോഴും വലിയ ഓപ്പർച്യൂണിറ്റീസ് തരും. നമുക്ക് നമ്മളോട് സംവദിക്കാനായിട്ട് മാർത്തി പ്ലസ് ട്രെയിനിങ് കോളേജിൽ നിന്ന് പഠിച്ച് പാസ്സായി ഇപ്പം ലൂർദ് മൗണ്ടിലെ പ്രിൻസിപ്പൽ ആയിരിക്കുന്ന ഡോക്ടർ ഷാഫി സാറും കൂടെ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. പ്ലീസ് ഷാഫി സാർ, പ്ലീസ്.
So thank you, sir. Thank you so much. So now I am on a travel. Sir, ഒരുപാട് സന്തോഷം ഈ ഒരു സെഷനിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന്. എന്തായാലും ഒരു ഇന്നോവേറ്റബിൾ പാർട്ടാണ് എന്നുള്ള കാര്യം ഉറപ്പായിട്ടും എനിക്കറിയാം. So definitely I would like to express my heartfelt gratitude to Mark Theophilus Training College for being a vital part of my professional journey. So completing my MAT from this Mark Theophilus was not just an academic milestone. So actually ഞാൻ നമ്മുടെ മാറിവാനസ് കോളേജിലാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ MSc കഴിഞ്ഞപ്പോൾ തന്നെ മാറിവാനസ് കോളേജിൽ ഫാക്കൽറ്റി ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. പഠിച്ച കോളേജിൽ അതേ ബാച്ചിൽ തന്നെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. സോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ PhD ചെയ്യുന്നത്. അത് മാനേജ്മെന്റിലായിരുന്നു PhD ചെയ്തത്. MBA ഒക്കെ കഴിഞ്ഞു PhD ചെയ്തു. സോ അത് കഴിഞ്ഞിട്ട് മോട്ടിവേഷൻ സെഷൻസ് എടുക്കാനായിട്ട് ഞാൻ പല സ്കൂളുകളിലും അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകാറുണ്ടായിരുന്നു. ടീച്ചേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കാനുള്ള കാര്യത്തിനൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത് എപ്പോഴും നമ്മൾ കുട്ടികളെയും കൂടെ കൺസിഡർ ചെയ്യുമ്പോഴാണ്. അതായത് ഇപ്പോൾ വലിയ ആൾക്കാരെ അല്ലെങ്കിൽ വലിയ സ്റ്റുഡൻസിനെ, ഇപ്പോൾ PG ലെവലിലുള്ള സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ UG ലെവലിലുള്ള സ്റ്റുഡൻസിനെ മാത്രം പഠിപ്പിക്കുമ്പോഴല്ല, കുഞ്ഞു കുട്ടികളെയും കൂടെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ്. നമ്മുടെ ലൈഫിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു കംപ്ലീറ്റ് BEd എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നത് എനിക്ക് ഒരു ടോക്കിന് പോയ സമയത്ത് ഞാൻ കുഞ്ഞു കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ ബിക്കോസ് മിക്കവാറും കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പാടാണ്. ഒരു BEd MEd കഴിയുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് മാർക്ക് തിയോഫിലസ് ട്രെയിനിങ് കോളേജും അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, ഞാനത് താങ്ക്സ് ടു രഘു സാർ, റിയലി താങ്ക്സ് ടു രഘു സാർ, അതുപോലെ തന്നെ നമ്മുടെ ജോജു സാർ, നമ്മുടെ ബാക്കിയുള്ള എല്ലാ ടീച്ചേഴ്സും ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സാണ്. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ വലിയൊരു പ്രത്യേകത അതാണ്. അവിടെ ഈ പറയുന്നത് പോലെ ഞാൻ ഒരു ഫാക്കൽറ്റി ആയിട്ട് അവിടെ ജോയിൻ ചെയ്തപ്പോൾ ജോജു സാറൊക്കെ എന്നെ സാറെന്ന് തന്നെ വിളിക്കുന്നത്. മീൻസ് ഞാൻ അവിടുത്തെ സ്റ്റുഡന്റ് ആണ്, എന്നിട്ട് പോലും അതാണ് ആ ഒരു റെസ്പെക്റ്റ് ആണ് എനിക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. അത് എല്ലാവരിലേക്കും എത്തിച്ചത് അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്ട് നമുക്കും തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് ദാറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് മാർക്ക് തിയോഫിലസ് ട്രെയിനിങ് കോളേജ്. അതിനെ ഒന്നും പറയാനില്ല. പിന്നെ എന്റെ ജേർണി അവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് BEd കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി BEd കൊണ്ട് മാത്രം പോരാ, MEdലേക്കും കൂടെ ജോയിൻ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ MEdലേക്ക് വന്നു. അത് വലിയൊരു ട്രാൻസിഷൻ ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ BEd മാത്രം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം, MEd കിട്ടുമ്പോൾ ഒരു കോൺഫിഡൻസ്. ഞാൻ രണ്ട് കാര്യങ്ങളാണ് MEd കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വായത്തമാക്കാൻ പറ്റിയത്. ഒന്നെന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്, നമ്മുടെ ഒരു സ്ഥിരത. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു സ്ഥിരത നമുക്ക് കീപ്പ് ഓൺ ചെയ്യാൻ പറ്റുന്നതിന് ഒരു കാരണം MEd കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പെർസ്പെക്റ്റീവ്, എൻ്റെ ഒരു കാഴ്ചപ്പാടിന് തന്നെ നല്ലൊരു ചേഞ്ച് ഉണ്ടായി. അതുപോലെ തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ്. നമ്മുടെ ലൈഫിൽ ഡിസിപ്ലിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കോഴ്സും കൂടെയാണ് MEd എന്ന് പറയുന്നത്. ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇത് രണ്ടും BEd പഠിച്ചാൽ കിട്ടില്ലേ എന്ന്. തീർച്ചയായിട്ടും കിട്ടും, ഒരു സംശയമില്ല. പക്ഷേ BEd പഠിച്ച നിൽക്കുന്ന ആൾക്കാരോട് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു. നമ്മൾ പലപ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാം. ഞാൻ അതുകൊണ്ടാണ് ആ രണ്ട് ഫാക്ടർ പറഞ്ഞത്. ഇന്നിപ്പോ ഞാൻ സ്കൂളിൽ ഒരു പ്രിൻസിപ്പളായിട്ട് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സൈക്കോളജി മേഖലയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പക്ഷെ ആ സൈക്കോളജിയിൽ മീൻസ് ഈ പറയുന്നത് പോലെ ക്ലാസ്സുകൾ എടുക്കുകയും അല്ലെങ്കിൽ ടീച്ചർ ട്രെയിനിങ് കൊടുക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. അങ്ങനെ വന്ന് ഞാൻ അവിടെ ഒരു സൈക്കോളജി അധ്യാപകന്റെ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. പക്ഷെ അത് പ്രിൻസിപ്പൽ പോസ്റ്റിന്റെ ഓപ്ഷനിലേക്ക് അവർ ചേഞ്ച് ചെയ്തു. അങ്ങനെ പ്രിൻസിപ്പൽ പോസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി ഈ പറയുന്നത് പോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ കാണുകയുള്ളൂ എന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഇറ്റ്സ് മോർ ദാൻ 18 കാൻഡിഡേറ്റ്സ് ആർ ദെയർ ഫോർ ദ ഇന്റർവ്യൂ. സോ ശരിക്കും പറഞ്ഞാൽ പല സ്കൂളുകളുടെയും വൈസ് പ്രിൻസിപ്പൽ ആയിട്ട് ഇരുന്നവരൊക്കെ അവിടെ വന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. സോ അറ്റ് ദാറ്റ് ടൈം എന്തായാലും എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയതിന് ഒരു റീസൺ, അത് എന്തുകൊണ്ടും ഞാൻ പറയാലോ ഒരു 90% ദാറ്റ്സ് ഐ ഗോട്ട് ഫ്രം ദിസ് മാർക്ക് തിയോഫിലസ് ട്രെയിനിങ് കോളേജ് ആൻഡ് ഫ്രം മൈ ടീച്ചേഴ്സ്. ആ ഒരു കോൺഫിഡൻസ് ആണ് എന്നെ ഇതിൽ വരേക്ക് എത്തിച്ചത് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അത്രമാത്രം പെർസ്പെക്റ്റീവ് രഘു സാർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കാരണം ഒരു പാഠപുസ്തകത്തിൽ നിന്ന് പഠിപ്പിക്കുന്നതിൽ ഉപരി സാർ ഒരു ഓപ്പൺ ടോക്കാണ് എപ്പോഴും ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും അത് ഞങ്ങളുടെ കാഴ്ചപ്പാടിനെ ഷേപ്പിംഗ്, അവിടെ ശരിക്കും നടക്കുന്നത് മോൾഡിംഗ് അല്ലായിരുന്നു. സാർ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം
ഷേപ്പിംഗ് ആണ്. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കേട്ടോ. ഷേപ്പിംഗ് പ്രോസസ്സാണ്. നമ്മൾ ഈ പറയുന്നത് പോലെ സ്കിന്നറിന്റെ പ്രോസസ്സാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് സാറ്. ശരിക്കും ഷേപ്പിംഗ് ആണ് ചെയ്തത്. ഞാൻ അതിൽ ഒരുപാട് സന്തോഷവാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഇന്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇനി ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയോ, മോർ ദാൻ 60 ടീച്ചേഴ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ദറ്റ്സ് ഓൺലി 2 മാസമേ ആയിട്ടുള്ളൂ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട്. പക്ഷേ മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജിൽ ഞാൻ ഓർഗനൈസ് ചെയ്ത പ്രോഗ്രാംസ്, അതിന് ലീഡർഷിപ്പ് എടുത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ തന്നെ വിത്തിൻ 1 month എനിക്ക് ടീച്ചേഴ്സിനെ എല്ലാവരെയും കയ്യിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അതായത് നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഈ ഒരൊറ്റ തിയോഫിലസിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവമാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് താങ്ക്സ് ടു ഓൾ മൈ ടീച്ചേഴ്സ്. അതുപോലെ തന്നെ രഘു സാർ, ജോജു സാർ, രാകേഷ് സാർ, എന്തായാലും ഒരുപാട് സന്തോഷം. അവിടെ കുറച്ച് നാളെ ഫാക്കൽറ്റി വിങ്ങിലും വർക്ക് ചെയ്യാൻ പറ്റി. അതൊക്കെ വലിയൊരു സന്തോഷമാണ്. റിസർച്ച് സ്കോളറായിട്ട് അവിടെ ജോയിൻ ചെയ്തു. അത് ഇങ്ങനെ വഴിയിൽ നടക്കുന്നു. അപ്പോഴാണ് ഈ പ്രിൻസിപ്പൽ റോൾ കിട്ടിയത്. അപ്പൊ താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും MEd ചെയ്യണം. ഒരു കാരണവും നിങ്ങൾ നോക്കിയിരിക്കേണ്ട. ജോലി കിട്ടോ ഇല്ലയോ അതൊന്നും ഒരു പ്രശ്നമല്ല. ദാറ്റ്സ് ഇറ്റ് ഷുവർലി യു ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ്. ആ ലൈഫിൽ നിങ്ങൾക്ക് ഈ 2 കാരണങ്ങൾ ഉണ്ടെങ്കിൽ definitely you can success in your life. Okay, thank you sir, thank you so much. Thank you very much Shafi sir for sharing your ideas. പ്രിയപ്പെട്ടവരെ, ഷാഫി സാറ് മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജിൽ BEd പഠിച്ചു, MEd പഠിച്ചു. അത് കഴിഞ്ഞ് MEdന്റെ ഫാക്കൽറ്റി ആയി. അത് കഴിഞ്ഞ് മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജിലെ 2ാമത്തെ PhDക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത് റിസർച്ച് സ്കോളറായി. ഇപ്പം PhD പാർട്ട് ടൈം ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ലൂർദ് ബൗണ്ട് സ്കൂളിലെ പ്രിൻസിപ്പലായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഷാഫി സാറിന് ഒത്തിരി സ്നേഹപൂർവ്വം നല്ല ആശംസകൾ നേരുന്നു. അപ്പൊ നമ്മുടെ ഈ സെമിനാറിന്റെ അടുത്ത മൂവ്മെന്റിലേക്കുള്ള കാര്യങ്ങള് പ്രിയപ്പെട്ട രാകേഷ് സാർ നിങ്ങളോട് പറയും. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനായിട്ടുള്ളത്, സാഹചര്യം അനുകൂലമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേഷനിലെ ഫർദർ സ്റ്റഡീസ് പെർസ്യൂ ചെയ്യണം. BEd കൊണ്ട് നിർത്തരുത്. MEdും PhDയും ഒക്കെ ചെയ്യാനും നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്കൂളുകളൊക്കെ തുടങ്ങാനും ഒരുപക്ഷെ SCERT, NCERT, UN വരെ നമുക്ക് അവന്യൂസ് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ഹയർ എഡ്യൂക്കേഷന് സാധിക്കുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പം മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജിൽ ഞങ്ങൾ MEdന്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജിലോട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ നമ്പർ ചാറ്റിൽ പേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വിളിക്കാം. രാകേഷ് സാറിന്റെ നമ്പർ ചാറ്റിലോട്ട് പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. അപേക്ഷിക്കാനുള്ള സമയമാണ് ഈ ദിവസങ്ങൾ. അപ്പം നിങ്ങൾ ഒരു MEd രഘു സാറിന്റെ വലിയ നേതൃത്വത്തിൽ മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജിൽ വന്ന് ഒരു ഫോർമേഷൻ എടുക്കാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി സെമിനാറുകളും വർക്ക്ഷോപ്പും എഡ്യൂക്കേഷണൽ വിസിറ്റ്സും UGC കോച്ചിങ്ങും എല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജിലെ MEd കോഴ്സിലേക്കും ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. BEd കഴിഞ്ഞവരെ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലെ പരിചയത്തിലൊക്കെ ഉള്ള അധ്യാപകരൊക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടെന്നറിയാം. അവരോടും പറയാനായിട്ടുള്ളത്, ആരെങ്കിലും MEdന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജിലേക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ സ്നേഹപൂർവ്വം ഡയറക്റ്റ് ചെയ്യണം. വളരെ കൗതുകരമായ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു 360 ഡിഗ്രി പെർസ്പെക്റ്റീവ് രഘുസാറിന്റെ നേതൃത്വത്തിലുള്ള ഫാക്കൽറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. ഓവർ ടു യു രാകേഷ് സാർ, പ്ലീസ്. Thank you very much, sir. Thank you for that lovely perspectives that everyone has put through for this particular evening. Now, I will actually post the Google form with regard to this particular section, as well as my phone number, as I have just posted now. Now, officially, there is something called a vote of thanks, which is been bestowed upon me. So, as a formal gratitude towards this particular session, I would actually extend it towards IQAC and placement wing of Maar Theophilus Training College, and I will actually put forward my heartfelt thanks to Dr. V. Raghu, former controller of examination, University of Kerala, and currently the director of our MEd department in our college. Sir, your address is very much insightful as far as I am concerned. I hope all the well-wishers and students who have actually participated in this particular section will find it very much useful.
And a special word of appreciation to our respected principal, Dr. Joju sir, who has been a inspiring and motivational presence throughout each period of our academic endeavors. Hope his motivational section has rendered something very much useful to all of you. We are very much thankful also to the technical team and the organization committee, which constitutes of fancy teacher and the teachers of Matthew Fless Training College. I also extend my heartfelt thanks to Roshna Mariam Epan, who is also a faculty of Matthew Fless Training College. And finally, to all our participants who have their active presence by motivating us with the claps and the enthusiasm throughout this particular section, I extend my thanks to myself and the institution's thanks to all of you. Hope all of you are in inspiring section. Let's lead our way and light our way in education. Thank you all. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ നാഷണൽ ആന്തത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെയും രാകേഷ് സാറിന്റെയും ഫോൺ നമ്പർ ഉണ്ട്, നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഫീഡ്ബാക്ക് സബ്മിറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അയച്ചു തരും. ഓൾറെഡി ഉള്ള സർട്ടിഫിക്കറ്റ്സ് 1-2 പെൻഡിങ് ആയിട്ടുള്ളതുണ്ട്, അത് ഈ ദിവസങ്ങളിൽ വരും. ഇന്നത്തെ വെബിനാറിന്റെയും സർട്ടിഫിക്കറ്റ് 1-2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. നമുക്ക് നാഷണൽ ആന്തത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രഘു സാർ എന്തെങ്കിലും സംസാരിക്കാൻ? പ്ലീസ് സാർ. It's okay. We have already shared our thoughts. ഓക്കെ. ഞാൻ സാറ് സംസാരിക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നമുക്ക് നാഷണൽ ആന്തത്തിലേക്ക് കടക്കാം. എംഎഡിനെ പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെയും രാകേഷ് സാറിനെയും വിളിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലെ സർക്കിളിൽ ആരെങ്കിലും PhD ചെയ്യാനോ എംഎഡ് എടുക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒത്തിരി സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുന്നു. നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ രാഷ്ട്രത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ വെബിനാർ നാഷണൽ വെബിനാറിന്റെ പരിസമാപ്തിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे हृदय राग तंद्रे मीटे സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമേ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ, ചൂടുവയ്ക്കുമേ പദങ്ങൾ നൃത്തലോലമാകണേ, കുഞ്ഞുവേടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ, അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ, പൂർണ്ണമേ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ, ഹൃദയരാഗതന്ത്രേ മീട്ടേ സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന
വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. जैसा कोई नहीं है, नहीं सौ दिन दुनिया घुमा है, नहीं कहीं तेरे जैसा कोई